ഫ്രണ്ട്സിലേക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എന്താ നോക്കാനായിട്ട് പോകുന്നു വെച്ചാൽ ഈ മിനിയേച്ചർ കാർട്ടൂൺ എഡിറ്റിംഗ് എന്നൊരു ഫോട്ടോ ഇപ്പോൾ എല്ലാ സ്ഥലത്തിലും ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം, നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ അതാണ് മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എങ്ങനെയും നമുക്ക് 2K സബ്സ്ക്രൈബർ അടിക്കാം. ഇനി കുറേ സബ്സ്ക്രൈബർ വേണം, അതിന് നിങ്ങൾ സപ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം വെച്ചാൽ ടൂൺ ആപ്പ് പിന്നെ പിക്സാർട്ട്, ഈ രണ്ട് ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ രണ്ട് ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടൂൺ ആപ്പ് എന്നൊരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഈ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ മുകളിൽ വന്നിട്ട് ഒരു ക്രോസ് ഐക്കൺ ഉണ്ടാകും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അലോ കൊടുക്കാം. അപ്പോൾ അലോ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും വന്നിട്ടുണ്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, അതായത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വന്നിട്ട് ക്രോപ്പൊക്കെ നേരെ ചെയ്യാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് അങ്ങനെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇത് പ്രോസസ്സ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഇവിടെ മുകളിലൊരു ആരോ മാർക്ക് വരും. ഇതേവിടെ നിങ്ങൾക്ക് ആരോ മാർക്ക് കാണാൻ പറ്റും. ഇതിൽ ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും മുകളിൽ. ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആയിട്ട് ഇനി നിങ്ങൾ വന്നിട്ട് നമ്മുടെ ഈ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ പിക്സാർട്ട് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് വന്നിട്ട് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ആഡ്സ് വെറുതെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണം. ഇനി നിങ്ങളിവിടെ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ ആണ്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ പ്ലസ് ബട്ടൺ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലസ് ബട്ടൺ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് എ ഫോട്ടോ എന്നുണ്ടാകും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഫോട്ടോയും വരും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ ഷർട്ടും പിന്നെ ഫാൻറ്റിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ആ ഇമേജിൻ്റെ ഫോട്ടോസൊക്കെ വേണം. അതിനായിട്ട് നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ഈ ഇമേജസിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ട് ആ ഷർട്ട് ഫാൻറ്റ് ആ ഒരു പിക്ചർ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് എ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വന്നിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ക്ലിക്ക് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലെ നമുക്കൊന്ന് വയ്ക്കാം. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ നമ്മുടെ ഈ ഹെഡ്, അതായത് നമ്മൾ കാർട്ടൂണിലാക്കിയില്ല ആ ഒരു ഫോട്ടോ വേണം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ടൂൺ ആപ്പിൻ്റെ ഒരു വാട്ടർ മാർക്കും ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറുണ്ട്. അതെങ്ങനെ ക്രോപ്പ് ആക്കണം വെച്ചാൽ താഴെ നിങ്ങൾക്ക് ഇവിടെ കട്ട് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അതങ്ങനെ ക്രോപ്പ് ചെയ്യുക. ഓക്കെ, അതായത് അങ്ങനെ ഒന്ന് ഇതൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് അത് ചെയ്യുക. അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ വേണ്ടാത്ത ഭാഗമൊക്കെ അങ്ങനെ നമുക്ക് ഇറേസ് ചെയ്യാം. ഇത് അങ്ങനെ ഇറേസ് ചെയ്യാം. ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇറേസ് ബട്ടൺ അങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്കങ്ങനെ ഇറേസ് ചെയ്യാം. ഓക്കെ ഇറേസ് ആയിട്ട് ഇനി നിങ്ങൾ വന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ നമ്മുടെ ഫോട്ടോ, അതായത് നമ്മുടെ ഹെഡിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് അങ്ങനെ ക്ലിക്ക് ഒന്ന് വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കുറച്ചൊക്കെ ഇതാക്കണം. നമ്മുടെ ഈ ഹെഡ് വന്നിട്ട് നല്ല വലുതായിരിക്കണം. ഓക്കെ, അപ്പോഴേ ഫോട്ടോ ആണെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. സെയിം സൈസ് വയ്ക്കാൻ പാടില്ല, കുറച്ച് നല്ല വലുതായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കുറച്ചൊക്കെ നന്നായിട്ട് വലുതായിട്ട് വയ്ക്കുക. കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഹെഡൊക്കെ ഞാൻ കുറച്ച് ട്രയലായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റായിട്ടൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ആ ഹെഡിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ഉണ്ടാകും. അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടെമ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഇത് വന്നിട്ട് അങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളർ അങ്ങനെ മാച്ച് ആവും, അതിന് വേണ്ടിയാണ്. ഇനി നിങ്ങൾ ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സേവ് ആക്കാം. പിന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സേവ് ആയിട്ട് ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് വയ്ക്കാൻ പറ്റും.
ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ. You're a superhero.